നാട്ടിൽ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഡിമാർട്ടിൽ വന്നതാണ്. സാധനമൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയതൊരു മുംബൈക്കാരൻ്റെ ഷോപ്പിന് മുമ്പിലും. പൊതുവെ മലയാളികൾ നമ്മൾ ബോംബെക്കാരോട് ജാവോ ജാവോ എന്നൊക്കെ പറയുമെങ്കിലും ഓര് നമ്മളെ നോക്കി ആവോ ആവോ എന്ന് വിളിച്ച് പറയും. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഡിമാർട്ടിലെ ഷോപ്പിങ്ങും ഉന്തും തള്ളൊക്കെ കഴിഞ്ഞ് ഉപ്പാട് അളകി വരുന്ന നമ്മളെ ആകർഷിക്കുന്ന ബോംബെ വാല ചാറ്റ് ഷോപ്പിൻ്റെ കഥയാണിത്. स्पेशल क्या क्या है? स्पेशल बास्केट चाट है, बसा चाट, वड़ा पाव, बास्केट चाट, बास्केट चाट, हाँ बास्केट चाट, वड़ा पाव, पनीर पाव भाजी, मसाला चीज़ पाव भाजी। ठीक है. अब ये पक्का मुंबई से है? हाँ, अपना ओनर है भाई सर इधर। ठीक है. मुंबई ओनर है यहाँ मुंबई स्पेशल. कितने साल है यहाँ पे वैसे? 12 years हो गया. अच्छा, ठीक है. इवनिंग से स्टार्ट होता है ना? 1 to 10। 1 to 10. होम डिलीवरी भी है. अच्छा. 12 വർഷമായിട്ട് ഹൈദരാബാദിൽ കച്ചവടം നടത്തിപ്പോയിരുന്ന കുമാർ ഭായി ആണ് ഇതിൻ്റെ ഓണർ. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവരുടെ കച്ചവടം. പോരാത്തതിന് ഓൺലൈനും ഡെലിവറി റെഡി. നല്ല വൃത്തിയുള്ള തവയിൽ ബട്ടർ ഇട്ടാണ് കുമാർ ഭായി ഇതുണ്ടാക്കുന്നത്. കസ്റ്റമറെ ഹാപ്പി ആക്കുന്ന രീതിയിൽ ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. അതും ഒരു ബിസിനസ് ട്രിക്കാണല്ലോ. വടാപാവ് തീർന്നുകൊണ്ട് പാവ് ബജിയും ദഹിപൂരിയാണ് ഞങ്ങൾ പറഞ്ഞത്. ബട്ടർ ചേർത്ത പാവ് ബജിയും മസാലയും വേഗം കിട്ടി. കുമാർ ഭായിൻ്റെ പുറകിലെ സ്ക്രീനിൽ കാണിക്കുന്നത് ഇവരെക്കുറിച്ച് മുമ്പ് ആരോ ചെയ്ത വീഡിയോ ആണ്. പാവ് ബജിയുടെ കൂടെ ഒരു നാരയും കുറച്ച് ഉള്ളിയും വെച്ചൊരു പ്ലേറ്റിലേയും വൃത്തിയായിട്ട് തന്നു. ദഹിപൂരി ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. എരിവും മധുരവും ചേർന്ന കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം. അതിൻ്റെ മേലെ നല്ല കട്ട തൈരും. ഈ ചെറിയ ഷോപ്പിൽ ഒരു ദിവസം 40,000 റുപ്യൻ്റെ കച്ചവടം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പാവ് ബജി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഓരോടെ ഞങ്ങൾ ചോദിച്ചു നോക്കി. മസാലയിൽ ബട്ടർ ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് ഉള്ളിയും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. 70 റുപ്യാണ് പാവ് ബജിൻ്റെ വില. ദഹിപൂരി ആണെങ്കിൽ 6 എണ്ണമാണ് ഒരു പ്ലേറ്റിൽ ഉണ്ടാവുക. 50 റുപ്യാണ് അതിൻ്റെ വില. വില കുറച്ച് കൂടുതലാണെങ്കിലും വൃത്തിയുള്ള ഭക്ഷണമാണ്, നല്ല ടേസ്റ്റും. പൊതുവെ വടാപ്പാവും പാവ് ബജിയൊക്കെ മുംബൈക്കാരുടെ ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്, പ്രത്യേകിച്ച് അവിടുത്തെ സാധാരണക്കാരുടെ. 20-30 റുപ്യ ഉണ്ടെങ്കിൽ അവിടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അവർക്കത് ഒപ്പിക്കാം. നോർത്തിലോട്ടൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മളിത് കാണാറുണ്ട്. ഷോപ്പിനോട് ചേർന്നിട്ട് തന്നെ കരിമ്പ് ജ്യൂസും ഗോലിസോടൊക്കെ ഉണ്ട്. മസാലയ്ക്ക് എരിവ് കൂടുമ്പോൾ ഇവർക്കും കച്ചവടം കൂടും. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളി. സനന്നഗർ ഡിമാർട്ടിനോട് തൊട്ടടുത്ത് തന്നെയാണ് ബോംബെ വാല ചാട്ട് ഷോപ്പ്.